ഹലോ എവ്രി വൺ. അപ്പോൾ റെയിൽവേയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ RRBയുടെ എക്സാമിനേഷന് പോകുന്നവരാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് അവർ ഈ നോട്ടീസിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ റാഞ്ചി സൈറ്റിലാണ് ഇതിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, RRB റാഞ്ചിയിലാണ് ഇതിപ്പോൾ അവരെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ നോട്ടീസ് എല്ലാ പേർക്കും RRB എക്സാംസ് എഴുതാൻ പോകുന്നത്, ഇനി വരുന്നതെല്ലാം റെയിൽവേ എക്സാമിനേഷൻ ആണല്ലോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു റെയിൽവേയുടെ എക്സാമിന് ഡേറ്റ് ചേഞ്ച് വരുമോ, ഇനി ഡേറ്റ് ചേഞ്ച് വരുമോ എന്നൊരു നമുക്കൊരു ഡൗട്ട് തോന്നേണ്ട ആവശ്യമില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ALP നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അടുത്ത RPF SI വരും. 2-ാം തീയതി തൊട്ട് തന്നെയാണ് RPF SI തുടങ്ങുന്ന. ചേഞ്ചസ് ഒന്നും ഇനി വരാൻ എന്തായാലും ചാൻസ് കുറവാണ്. പിന്നെ ഉള്ള എക്സാംസ് ടെക്നീഷ്യൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നു. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവരിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു പോവുക തന്നെയാണ്. അപ്പം ഇനി ഒരു ഡേറ്റ് ചേഞ്ചിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൃത്യമായിട്ട് പഠിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു നോട്ടീസ് അവർ ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബയോമെട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഓൾ RRB കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇത് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ആധാറിൻ്റെ കാര്യമാണ്. ആധാറിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബയോമെട്രി അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫോട്ടോസിൻ്റെ കാര്യമായാലും നിങ്ങൾ അഥവാ ഇനി ആധാർ ലോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷന് പോകാനാണ്. കാരണം ആധാറിന് വല്ല എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ ബയോമെട്രി എന്ത് ചെയ്യാം, പഞ്ച് ചെയ്യാൻ പറ്റാതാവുന്ന ഒരു സമയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം പോലും എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത് അവർ നിങ്ങളെ അറിയിക്കുന്നതാണ്. കാരണം ആധാറൊക്കെ നിങ്ങൾക്ക് എന്താണ്, ബയോമെട്രി ഓൾഡ് ആണെങ്കിൽ ഏറ്റവും അടുത്തത് തന്നെ എന്ത് ചെയ്യുക, അടുത്ത് തന്നെ പോയി നിങ്ങൾ ഉടനെ തന്നെ അത് ചേഞ്ച് ചെയ്യുക. ബയോമെട്രി ഒരുപാട് മുന്നേ എടുത്ത്, ആധാറൊക്കെ മുന്നേ എടുത്തവർ കാണുമല്ലോ. അതായത് നിങ്ങളിപ്പോൾ 10-ാം ക്ലാസ്സിലൊക്കെ, കാരണം ഈ RRB എന്ന് പറയുമ്പോൾ ഇപ്പോൾ 36 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഒരു സമയത്ത് നിങ്ങൾ നേരത്തെ എടുത്താണ്, ഒരു 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 സമയത്തൊക്കെയാണ് എടുത്തതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു റിസൻറ്റ് ടൈമിൻ്റെ ഒരു 5 ഇയേഴ്സ് ഗ്യാപ്പിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലർക്കൊക്കെ ചില ഈ പറയുന്ന ഇപ്പോൾ സെൻറ്റേഴ്സുകളിൽ ചെന്നപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് പേർക്കൊക്കെ ബയോമെട്രിയിൽ ഇഷ്യൂ വന്നതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ വാലിഡ് ID പ്രൂഫ്, നിങ്ങളുടെ ആധാറാണ് ഒരു കാര്യം പറയുന്നത്. നിങ്ങളുടെ ഓൾഡ് ആണെങ്കിൽ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷനിലേക്ക് അത് മാറ്റാനും പറയുന്നുണ്ട്. ബയോമെട്രിക് വെരിഫിക്കേഷനിൽ ഇപ്പോൾ എന്താണ്, നിങ്ങളുടെ ആധാർ ലോക്ക്ഡ് ആണെങ്കിൽ അതിനെ അൺലോക്ക് ചെയ്തിട്ട് മാത്രമേ എക്സാമിന് എൻ്റർ ചെയ്യാവൂ. അതുപോലെ തന്നെയാണ് കാൻഡിഡേറ്റ്സ് ID പ്രൂഫ് കൊണ്ട്, നിങ്ങൾ എന്ത് ID പ്രൂഫാണോ കൊണ്ടുപോകുന്നത് അത് ഓൾഡ് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായി. കാരണം നിങ്ങളുടെ പ്രസൻറ്റ് ഫേസുമായിട്ട് അവർക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോയും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണണ്ട. നിങ്ങളെ ഇപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് റിവൈസ് ചെയ്ത് അതിൻ്റെ ഓൺലൈൻ കോപ്പിയെങ്കിലും നിങ്ങൾ എടുത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ആധാറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് ഇനി കൈ പ്രിൻറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമെങ്കിൽ പോലും അതിൻ്റെ ഓൺലൈൻ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങളുടെ ID പ്രൂഫും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഫേസും കൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അവരിപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസും കൂടെ പബ്ലിഷ് ചെയ്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവരിപ്പോൾ അത് എക്സാം സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് 28/11/2024 ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ റിസെൻ്റ്ലി അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയതുകൊണ്ടാണ് അവരത് നിങ്ങളെ ഇനി വരുന്ന എക്സാമിനെങ്കിലും അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ എന്നുള്ള രീതിയിൽ അവർ എഴുതിയിരിക്കുന്നത്. ID പ്രൂഫിൽ വെരി ഓൾഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു മാച്ച് ദ കാൻഡിഡേറ്റ്സ് ഫേസ് ആണെങ്കിൽ അവർ കണ്ടോ വിൽ നോട്ട് ബി അലൗഡ് ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹാൾ എന്നുള്ളൊരു കാര്യം അവരെടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ഫേസ് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാം മാറ്റുക. ആധാർ ആയാലും ID പ്രൂഫ് ആയാലും നിങ്ങളുടെ ഫോട്ടോസ് കൊണ്ടുപോകുന്ന ഫോട്ടോസ് ആയാലും എല്ലാം എന്ത് ചെയ്യുക, റിസെൻ്റ് ആയിട്ട് ഉള്ളതാക്കി മാറ്റാൻ മാത്രം ശ്രമിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ പ്രിൻ്റ് ഔട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന അതേ ഫോട്ടോ തന്നെ നിങ്ങൾ എടുത്തോണ്ട് പോകണം, അങ്ങനെ ഒരു കാര്യമല്ല പറയുന്നത്. ഒന്ന് റിസെൻ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് തന്നെ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാനെന്നുള്ളൊരു നോട്ടീസാണ് അവരിപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റെയിൽവേ റാഞ്ചി സൈറ്റിലാണ് കഴിഞ്ഞ ദിവസം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും വന്നത്. അപ്പോൾ ഇത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു ടെൻഷനും ഇല്ലാണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സാമിനേഷന് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.